അങ്ങനെ ഇന്ത്യക്ക് എത്തി ഹീറോയിൻ്റെ ഫ്രണ്ട് വന്ന് പറയാൻ തുടങ്ങി. ഫാത്തിമ പറയാൻ തുടങ്ങി, മച്ചി എന്ത് പറ്റി? ഹീറോയി പറയാൻ തുടങ്ങി, എടി മുത്തോ എന്തടി പറ്റി? മച്ചി ഞാൻ കൊറിയൊക്കെ പേടി ഷുഗർ മച്ചി ടിക്കറ്റ് കുറച്ച് ഇതാക്കിയിട്ട് ബാക്ക് അടിക്കാൻ നിറച്ച് പോയി മച്ചി. പിന്നെ ഓട്ടോഗ്രാഫ് എടുക്കുക ഒറ്റ നോക്കിയാൽ മതി എന്ന് വെച്ച് പോയിടി ഷുഗർ. ഒന്ന് ചെയ്തത് എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല മച്ചി. എന്താടി ചെയ്തു? എന്താ ഷുഗർ ഒന്ന് കാര്യം ചെയ്തത് പറഞ്ഞ് ഇതേ ഫാത്തിമ വായി കൈ വെച്ച് അടിപ്പാവി ഇത് നടന്നു. അതെ മച്ചി ഇടി അത് മാത്രമല്ല മച്ചി, എൻ്റെ ഡാഡിയിലെ കമ്പനി അതേടി ധാരാഴ്ച ചെയ്യുന്ന കമ്പനി അതിൽ ഞാൻ പോയി കുറച്ച് നേരം നിൻ്റെ പകരം പോയിട്ട് ഞാൻ ചെയ്തതാ. നമ്മളിപ്പോൾ കോളേജ് പഠിക്കുന്നതാണ് മച്ചി. ഇതെനിക്കൊക്കെ എന്തടി ഇത് കാണുന്നു പറഞ്ഞേക്കടി. അത് മാത്രമല്ല മച്ചി അങ്ങനെയായിട്ട് ഹീറോ ടെൻഷനെല്ലാം പറയാൻ തുടങ്ങിയാണ്. ഷുഗർക്ക് ടിക്കറ്റ് കിട്ടി ഷുഗർ ഇന്ത്യയൊക്കെ വന്നു. പിന്നെ കണ്ടി പിടിക്കാതെ വിട്ടാലാടി ഏത് ഷുഗർ പുറകിൽ വന്നു. ഹീറോയ്ക്ക് അതും അറിയില്ല. നമ്മൾ ഹീറോയിട്ട് പിന്നെ രാത്രിയായി മൊയിലാഞ്ചി മച്ചി എനിക്ക് മാരേജ് ചെയ്യണം. ഇത് ഒരു ആദ്യം പറയുന്നത് ആദ്യം മച്ചി ഫ്രണ്ട് പറയാതെ പ്രിയ പറയാതെ മച്ചി ഒരു വേല ഷുഗർ എന്നെ കണ്ടുപിടിച്ച് തേടി പോവും. ഇവിടേക്ക് വന്നാൽ നീ എന്ത് ചെയ്യുക? അതെങ്ങനെ നടക്കും? എനിക്ക് നാളെ മാരേജ്. അതൊന്നും നടക്കില്ല. ഹീറോ സ്മൈൽ ചെയ്ത് പറഞ്ഞു, മാരേജ് എനിക്ക് ഇഷ്ടമുണ്ടടി. ഇല്ലടി എൻ്റെ ബാപ്പത്തെ ടെൻഷൻ പാർട്ടിയടി. ഒരുവേള മാരേജ് സമ്മതിച്ചെന്ന് എൻ്റെ ബാപ്പ പറയൂ. അതുകൊണ്ടാണ് ഞാൻ മാരേജ് സമ്മതിച്ചത്. ഹീറോയിൻ പറഞ്ഞു. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിന് മമ്മിക്ക് ഡാഡിക്ക് മാരേജ് സന്തോഷമായിരുന്നു. ഹീറോയിക്ക് മാരേജ് ആയിരുന്നു. അങ്ങനെ നൈറ്റ് ഇറങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി ഇങ്ങനെ മൊബൈലിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ ഡാഡി ഒരു പറഞ്ഞ് ഇത് പറയുന്നത് സംസാരിക്കുന്നത് കേട്ടു. ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. ഒരു ഹീറോയിൻ മകളേക്ക് വന്ന ചെക്കൻ ഒരു ബാരർ ഗേളെ കൂടെ കിസ് അടിക്കുന്നത് എല്ലാം നടക്കുന്നത്. ഹീറോയിൻ ഡാഡിക്ക് കണ്ട് ടെൻഷനായി. എങ്ങനെ ഈ മാരേജ് മുടക്കണം? ഹീറോയിൻ്റെ ഡാഡിക്ക് മാരേജ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ചെക്കന് കേട്ടോ അവൻ പറയാൻ തുടങ്ങി, എന്താ ഫർസാന? അതൊന്നുമില്ലടി. എനിക്ക് മർസാൻ പറയാൻ തുടങ്ങി. എടാ നീ എന്തിനടി അവളെ കഴിക്കുന്നതിനാ? എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എടി ഫർസാന നമുക്ക് മാരേജ് സീക്രട്ട് മാരേജ്. അത് മാത്രമല്ല ഇവളെ മാരേജ് കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്ത ഇവളുടെ ഡാഡിന് നിറയെ സ്വത്തുണ്ടെന്ന് അറിയും എനിക്ക്. അത് മാത്രമല്ല 30 ജാഗമുണ്ട്, അതെനിക്ക് വേണം. അതുകൊണ്ട് ഇവളെ മാരേജ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇത് 30 ജാഗ് അതെ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല ഇവളെ ഉമ്മൻ്റെ 20 ജാഗുണ്ട്, അതെനിക്ക് വേണം. അതുകൊണ്ടാണ് ഇവളെ 2 പേരിൽ ഇവളെ പേരിൽ ജാഗുണ്ട്. മാത്രമല്ല ഇവളെ വീടുണ്ട്. ഇവളെ പണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ മാരേജ് കഴിക്കുന്നത് എന്ന് ആ ചെക്കന് പറഞ്ഞു. ഇത് ഹീറോയിൻ ഡാഡിക്ക് കേട്ടു. ശരിടാ നിനക്ക് വെച്ചിട്ടുണ്ട് ആപ്പ് എന്ന് ഹീറോ ഡാഡി ഒരു മറിച്ച് പോയി അവിടുന്ന്. അങ്ങനായിട്ട് മാരീഡ് ഡേയ്സ് വന്ന് രാവിലെ ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നത്. ഹീറോ വന്നിട്ട് എങ്ങനെയായി വന്നിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു. ഷുഗർ എന്നോട് ഷോക്കായിരുന്നു. വീട്ടിലൊക്കെ വന്ന് നിങ്ങൾ ആരാ ഫസ്റ്റ് ആ കണ്ണ് കണ്ടു ഷുഗറിനെ കണ്ടു. ആ വീട്ടിലൊക്കെ ഹീറോയിനെ ഫോളോ ചെയ്ത് എങ്ങനെയായിട്ട് ഹാക്കിങ് ചെയ്ത് ഹീറോയുടെ വീട്ടിലൊക്കെ വന്ന് അത് ഷുഗർ കണ്ട് ഷോക്കായി. സാർ നിങ്ങൾ യുങ്കല്ലേ? അതെ എൻ്റെ നിന്നെ ഷുഗർ പറയാൻ തുടങ്ങി. നീ ആരാന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? സാർ ഞാനിവിടെ ഫ്രണ്ട് ഇവിടുത്തെ കല്യാണം പെണ്ണിൻ്റെ ഫ്രണ്ടാണ്. കല്യാണ പെണ്ണ് ആരാന്ന് ഷുഗർ യഥാർത്ഥ കേട്ട എൻ്റെ ഫ്രണ്ടിക്ക് മാരേജ് സാറേന്ന് ഹീറോയിൻ്റെ പേര്. ഷുഗർ ടെൻഷനായി. എന്ത് മാരേജാ? ഷുഗർ ടെൻഷനിൽ പോകാൻ നോക്കി. സാർ നിങ്ങൾ എവിടേക്കാ പോവാം? ഈ മാരേജ് നടക്കാൻ പാടില്ല സാർ. മാരേജ് ഷുഗർ ടെൻഷനിൽ പോകാൻ തുടങ്ങി. അവൾ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഹീറോയിനൊക്കെ മാരേജ് നടക്കാൻ പോകും. അങ്ങനെയായിട്ട് ഇങ്ങനെ അവിടെ ഇരുത്തി. ഷുഗർ കണ്ടു ടെൻഷൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഷുഗർ അങ്ങനെ എന്നെ വെച്ചു മാരേജ്. ഡാഡി സ്റ്റോപ്പ് പറഞ്ഞു. ഷുഗർക്ക് ഷോക്കായി നിന്നു. ഷുഗർ സ്റ്റോപ്പ് പറഞ്ഞു. അത് ആർക്കും കേട്ടില്ല. ഷുഗർ ഹീറോയിൻ്റെ ഡാഡി സ്റ്റോപ്പ് പറഞ്ഞു. നടന്ന കാര്യം പറഞ്ഞു. ഈ മാരേജ് നടക്കില്ല. അതുമാത്രമല്ല നീ നല്ലവനല്ല. നീ എന്ത് ചെയ്തതില്ലവനും മൊത്തം എനിക്ക് കണ്ടുപിടിച്ചു. അതുമാത്രമല്ല ഹീറോ ഡാഡി ആ റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഒരു ഗേളിനോട് വിളിച്ച് വരുത്തുന്ന മൊത്തം ഡീറ്റെയിൽസ് വീഡിയോ ആ റൂമിലൂടെ ഞാൻ വന്ന് എത്തിടി ഞാൻ റൂമിൽ തരാം. ശരി എല്ലാ കാര്യം ഹീറോയിൻ ഡാഡിക്ക് കേട്ടിരുന്നു. അത് മൊത്തം റെക്കോർഡ് ചെയ്തു. അതുമാത്രമല്ല വീഡിയോ കാട്ടി അവർ എന്തല്ല ചെയ്തത്. ഇത് ലിസ്റ്റാണ് നീ ഇവിടുന്ന് പോകുന്നില്ലേ എന്ന്. ആ ചെക്കനെ കുറിച്ച് വീഡിയോസ് എല്ലാം പറയാൻ തുടങ്ങി. എല്ലാവരും ഷോക്കായി. അതുകൊണ്ട് ഹീറോയിൻ
ഡാഡിക്ക് ഒന്ന് സാഡായി ആരും എൻ്റെ മോളെ മാരേജ് ഷുഗർ വന്നിരുന്നു. അതോടെ എല്ലാവരും ഷോക്കായി. ഡാഡി ഷോക്കായി. നീ ആരപ്പാ അത് കുറച്ച് പോയായിരുന്നു ഷുഗർ പറഞ്ഞു ഞാൻ തന്നെ മാരേജ് കഴിക്കാം. ആ പേപ്പർ എടുത്ത് ഷുഗർ ഹീറോ സൈൻ ചെയ്തായിരുന്നു. അവൻ സൈൻ ചെയ്യാൻ പോകുമ്പോഴാണ് സ്റ്റോപ്പ് പറഞ്ഞത്. അങ്ങനെ ഷുഗർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഹീറോ ഡാഡിക്ക് ഷോക്കായി. അത് മാത്രമല്ല ഒരു മാല ഹീറോക്ക് അറിയും ഷുഗർ ആ മാലായിട്ട് മാരേജ് നടന്നു. ഹീറോയിൻ്റെ ഡാഡിയൊക്കെ ഷോക്ക്. അത് മാത്രമല്ല ഹീറോയ്ക്ക് ആ മാലയിട്ട് മാരേജ് സ്റ്റോപ്പ് പറഞ്ഞ് ആരാ ഇവൻ ഇട്ടത് തിരിഞ്ഞു ഷുഗറിന് ഹീറോയ്ക്ക് ഷാക്ക് നെഞ്ഞ് കഴിച്ചു. ഇവിടേക്ക് എത്തിയോ ഷുഗർ ഐം ബാക്ക് ബേബി എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ടെൻഷനായി. ഹീറോ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ മോളെ ഞാൻ ലവ് ചെയ്ത് അതുകൊണ്ട് വന്നിട്ട് പ്രപ്പോസ് ചെയ്ത് അതുകൊണ്ട് നിങ്ങളെ മോൾ തെറിച്ച് ഓടി വന്നതാണ്. ഹീറോയിൻ്റെ ഡാഡി മോസില്ല എന്നാൽ ഹീറോ കുറച്ച് നേരം ഇന്ത്യയിലായിരുന്നു. പിന്നെ കൊറിയൊക്കെ പോയി കൊറിയ സൈസ് മാരേജ് കഴിച്ച്. ഹീറോയിക്ക് ടെൻഷനായിരുന്നു. ഷുഗർ നൈറ്റായിരുന്നു ഹീറോയിൻ വന്നകത്ത്. ഷുഗറുടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാതെ ഇങ്ങനെ ഷുഗർ സെറ്റാവും നിങ്ങൾ ഒരാളിലാണോ അതുപോലെ മുസ്ലിങ്ങളാണ് ഞാൻ അങ്ങനെ ഷുഗർ പറഞ്ഞു. അങ്ങനെ ഷുഗർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഹീറോയ്ക്ക് ഷുഗർ പറഞ്ഞു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് ഷുഗർ മിസ് ചെയ്തു. പിന്നെ അവർക്ക് എല്ലാം നടന്നു. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞ് ഒരു ബോയ് ബേബി അതെ ട്വിൻസാണ്. ഫസ്റ്റ് ബോയ് ബേബി നെക്സ്റ്റ് ഗേൾ ബേബി. ഷുഗർ ക്യാരിങ് ചെയ്താണ് ഹീറോയുടെ ഡാഡി വന്നു. എന്താ എടുക്കുന്നത് ഒന്നില്ല ഡാഡി ബേബീനെ കൊഞ്ച തുടങ്ങിയായിരുന്നു. മമ്മി മമ്മി എന്ന് വിളിച്ചായിരുന്നു കുട്ടികൾ. എന്താ പറ്റി ഇതായിട്ട് എൻ്റെ BTS മെമ്പർ വീട്ടിലൊക്കെ വന്ന് എങ്ങനെയാ ലവ് സ്റ്റോറി സ്റ്റാർട്ടായത് ഷുഗർ പറഞ്ഞു. അത് മാത്രമല്ല ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായിട്ട് എല്ലാവരും സന്തോഷമായിരുന്നു. അത് മാത്രമല്ല ഹീറോയിൻ എല്ലാവർക്കും ഗിഫ്റ്റ് ഇങ്ങനെ വീട്ടിലൊക്കെ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഇന്ത്യയിലാണ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും 7 പേർക്ക് ഗിഫ്റ്റ് കൊടുത്തു. എല്ലാവരും പറഞ്ഞു താങ്ക്സ് എന്ന്. ശരി ഓക്കെ എന്ന് പറഞ്ഞു. എല്ലാവരും ഹാപ്പി എൻഡിങ് ഫാമിലി എന്ന് പറഞ്ഞായിരുന്നു. എന്താ എല്ലാവരും ഹാപ്പിയായി ഫാമിലിയെ സന്തോഷിച്ചിരുന്നു. ആ കല്ല് ജോലിക്കാൻ തുടങ്ങി. ആ ഫാരിയെല്ലാം പറഞ്ഞു പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണ്ടി ഇതാകുന്നു എല്ലാ ബിസിനസ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹാപ്പി എൻഡിങ് ബൈ ബൈ സി യു.